ഹലോ, നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് പെട്ടെന്ന് ഒരു മാഗി ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു മാഗി, ഒരു കഷ്ണം മാഗിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മസാലയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ക്യാരറ്റും ഇതുണ്ടോ, ക്യാരറ്റും ഒരു ഹാഫ് സവാളയും എടുത്തിട്ടുണ്ട്. അത് ചോപ്പറിൽ അരക്കാൻ പോവുകയാണ്. അതും കൂടി ചേർക്കണം. കുറേ പച്ചക്കറിയൊക്കെ ഇടാം, പക്ഷേ ഞാനിപ്പം ഇത് വെച്ചാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം പച്ചക്കറിയുണ്ട് അത് വെച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് ഇവന് മാത്രം മതി എന്ന് ഞാൻ വെച്ചു കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം കൂടി സവാളയും അതിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. അപ്പം അങ്ങോട്ട് നമ്മളിതിൽ അരക്കാം. ഇത് ഇടയ്ക്ക് സ്ട്രക്കാകുമ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചാരത്ത് പൊട്ടില്ല. ഇവൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഇവനൊന്ന് സ്റ്റൗ കത്തിച്ച് വെക്കാൻ പോവുക കേട്ടോ. സ്റ്റൗ കത്തിച്ച് ഇത് വെച്ചു. അപ്പം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവനെ ഇളക്കി ഇനി അവനെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഇത് വെച്ച് ഒന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, കണ്ടോ. ഒരു ഗ്ലാസ് വെള്ളം, ഒരു കഷ്ണം മാഗി, അതിൻ്റെ മസാലയും കൂടിയിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത കാലത്തിൽ ഞാൻ ചോറ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചോറ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ചോറ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഞ്ഞി വടിക്കുമല്ലോ. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു, കണ്ടില്ലേ. അപ്പോൾ ആ കഞ്ഞിരോളം പോവാൻ വേണ്ടിയിട്ട് ആണി വെച്ചിട്ട് പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ, കണ്ടോ. ആണി വെച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്കൂടി മൊത്തം കഞ്ഞിരോളം പോകും. ഇവനെ അരച്ചിട്ടുണ്ട്. വേണ്ട, ഒന്നുകൂടി അരക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി അരക്കുക. ശരിക്കും അരഞ്ഞ
അരിഞ്ഞിട്ടുണ്ട്, കണ്ടോ, ശരിക്കും അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ലേശം ഒരു വേവാകുമ്പോഴത്തേക്കും ഇതും കൂടി അതിലേക്ക് ഇടണം കേട്ടോ. സൺഡേ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ജോലിയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന സാധനമാണിത്. മാഗി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. കുറേ പച്ചക്കറികളുണ്ടെങ്കിൽ അതുമൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ, ക്യാരറ്റും സവാള, പിന്നെ ഒരു മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. തിളച്ചു, തിളച്ചു, കണ്ടോ. ഒന്നുകൂടി തിളക്കട്ടെ. ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവനെ മൊത്തം അങ്ങോട്ട് ഇട്ട് അതിന് ശേഷം ആ മുട്ടയും കൂടി അങ്ങ് പൊട്ടിച്ചിടും കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാമേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അതും ആ കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അവൻ സ്റ്റോപ്പായി കിടക്കുവാണ്. ഇനിയിപ്പോൾ അവനെ ഒന്ന് വിരിച്ചിടട്ടെ. വണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര സൗണ്ടാണല്ലേ.
ഇനി നമ്മുടെ മാഗി നോക്കാം കേട്ടോ. കഞ്ഞി തിളച്ചിട്ടുണ്ട്. മാഗിയും തിളച്ചു. ഇനി ഇതിലേക്ക് ഈ പച്ചക്കറി ഇടുവാണ് കേട്ടോ. കാറ്റുകൊണ്ട് വാഴലെല്ലാം അടയുക കേട്ടോ. ഭയങ്കര കാറ്റ്. ഇതിൽ കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി ഉള്ളത് നല്ലതാണ്. കുറച്ച് വെള്ളം, ഹാഫ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ആ സെൻറ്ററിലേക്ക് മുട്ട പൊട്ടിച്ചിടുവാണ് കേട്ടോ. ഇവനൊന്ന് മൂടി ഇടണം കേട്ടോ. ഇളക്കരുത് കേട്ടോ. തിളച്ചിട്ടുണ്ട് കണ്ടോ, തിളച്ച് വരുന്നുണ്ട്. മുട്ട ഇട്ടേക്കണോണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കളക്കി കൊടുക്കണം കേട്ടോ. മുട്ട അടിയിലേക്ക് പോയാലാണ് അടിക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ അടിയിലേക്ക് വിടാറില്ല. ഇപ്പം നമുക്ക് നന്നായിട്ട് തിളച്ച് വരുവാണ് കേട്ടോ. ഇളക്കി കൊടുത്താലാണ് അത് താഴേക്ക് പോകുന്നത്. ഇളക്കി കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കുട്ടൻസ് കാണിച്ചു തരാം. ഞാൻ കുറച്ച് പുതിന വാങ്ങിച്ചായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്യുന്നതാണ്, വേണ്ട വെള്ളത്തിൽ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുക. ഇത് കണ്ടോ, പുതിന പിടിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മൾ വാങ്ങിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, ആ കറിവേപ്പിലയുടെ കമ്പം ഇതുപോലെ കുത്തി കൊടുത്തതാ കിളുന്ത ഇല വന്നിട്ടുണ്ട്. കണ്ടോ,
ഇങ്ങനെ. അപ്പം ഞാനതിങ്ങനെ പൊട്ടിച്ച് കൊടുക്കുക. അതേപോലെ ദേ ഇവിടെയും അതെ കേട്ടോ, നോക്കിയേ, ഇത് കണ്ടോ, ഇതാ ഇതിലും അതെ, ഇത് കണ്ടോ കിളുന്തെല വന്നേക്കണുണ്ടോ, കാണിച്ചിടവേ, ഇത് കണ്ടോ കിളുന്തെല വന്നേക്കണുണ്ടോ, കാണുന്നുണ്ടോ, കണ്ടോ, ഇവിടെയൊക്കെ കിളുന്തെല വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ തയ്യും നട്ടുപിടിപ്പിക്കാൻ പറ്റും. കമ്പ് കൊണ്ട് വേര് വന്നിട്ടുണ്ട്. ഞാനതിന് മൂടിയില്ലേ, കുപ്പിയുടെ മൂടിയിലാണ് ഇതിങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കറിവേപ്പില പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ. അപ്പോൾ പുതിനയും നമ്മൾക്കായി ഇതേപോലെ മല്ലിയിലയും വരും, കണ്ടോ, മല്ലിയിലയും പിടിച്ചു കിട്ടും ഇതേപോലെ. അപ്പോൾ അത് തിളച്ചു കേട്ടോ, ഇതേ നമുക്ക് തിളച്ചു വന്നു. തിളച്ച് വന്നു. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഞാനിപ്പം ഇതിലേക്ക് എങ്ങനെയാണ് പ്ലേറ്റിലേക്ക് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആദ്യം ഇത് എടുത്തിട്ട് കണ്ടോ പതുക്കെ ഇടണം കേട്ടോ, കണ്ടോ പതുക്കെ അതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ മുട്ട ഒക്കെ താഴത്ത് നിന്ന് എല്ലാം ഇങ്ങനെ വന്നു. ഇതാണ് മുട്ട കാണുന്നുണ്ടോ, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. മാഗി ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ കൂടെ വന്നാൽ നമുക്കൊപ്പം കഴിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ മുട്ടയൊക്കെ കാണുന്നുണ്ടോ, ഇതുണ്ടോ മുട്ട ചൂടാ, അതുകൊണ്ടാണ് എനിക്ക് കൈ പിടിക്കാനായിട്ട് പറ്റാം. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും പിള്ളേർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. പച്ചക്കറിയൊക്കെ ഇതുപോലെ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം, മറക്കല്ലേ കേട്ടോ. ആരും എനിക്ക് ചെയ്യുന്നില്ല, സാരമില്ല, കുഴപ്പമില്ല. അപ്പം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിരിക്കുവാണ്. തീർച്ചയായിട്ടും എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നെ സഹായിക്കണം കേട്ടോ. എല്ലാവരും, എനിക്കും ഇതുപോലെ യൂട്യൂബ് ചാനലിൽ മുന്നിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കുറേ നാൾ ഞാൻ നിർത്തി വെച്ചായിരുന്നു. അപ്പം അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നതുകൊണ്ടാണ് അത് ഞാൻ തുടർന്ന് നടത്താതെ ഇരുന്നത്. ഇനിയിപ്പം നടത്തുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ എൻ്റെ കൂടെ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ്ത് രക്ഷപ്പെടുത്തണേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓക്കെ, ബൈ.